സുജയ, മുന്നറിയിപ്പാണ്. ഇത് കുറച്ച് ദിവസമായി RSS, BJP, കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു, സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഇപ്പോൾ മോഹൻലാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ വിഷമത്തിൽ എന്നാണ്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നതാണ് മോഹൻലാൽ ഉപയോഗിക്കുന്നത്. ഇന്ന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ആന്റണി പെരുമ്പാവൂരിന്റെ സൗണ്ട് ബൈറ്റിൽ ഉപചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം തത്സമയം ഇവിടെ വാർത്ത വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അലി അക്ബർ ഷാ അടക്കം എല്ലാവരും ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഉപചോദ്യങ്ങളിൽ ഒരിടത്ത് പോലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പൃഥ്വിരാജിനോ ആന്റണി പെരുമ്പാവൂരിനോ അങ്ങനെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ആ ഒരു ടീമിന് ആ സച്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗങ്ങൾ നീക്കാനായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഒരിടത്ത് പോലും, ഒരു ചോദ്യത്തിന് പോലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ഏതെങ്കിലും ബോഡീസ് രേഖാമൂലമോ അല്ലാതെയോ ആവശ്യപ്പെട്ടതായി ഒരിടത്തു നിന്നും, അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഫാസിസം വന്നേ എന്ന് അലറി വിളിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഫാസിസം വന്ന് ഈ സിനിമയെ അങ്ങ് ഇല്ലാതാക്കി എന്ന് സ്ഥാപിക്കാനാണ് ബഹുമാനപ്പെട്ട ഉണ്ണിസാർ അടക്കം ഇപ്പോൾ ശ്രമിച്ചത്. ഈ വെട്ടെന്ന് പറയുന്നത് കേരളത്തിനേറ്റ വെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വെട്ടിയത് കേന്ദ്രവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPയും NDAയുമാണ് എന്ന് ഭംഗി നിറയേണ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. എവിടെയാണ് BJP സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലോ ഏതെങ്കിലും നേതാക്കൾ ഈ സിനിമയിൽ ഇത്ര വെട്ടുകൾ വരുത്തണം, ഈ സിനിമ എഡിറ്റ് ചെയ്യണം, ഈ സിനിമയിലെ ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് എവിടെയെങ്കിലും ആവശ്യപ്പെട്ടോ? ഒരു സൗണ്ട് ബൈറ്റിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികരണത്തിൽ പോലും ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് പോലും അങ്ങനെ ഒരു നിർദ്ദേശം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട്, അതായത് ആദ്യം തന്നെ ഇവർ ഈ ആദ്യ ദിവസം നമ്മളിത് ചർച്ചയ്ക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഉണ്ണിസാർ പറഞ്ഞു ഓർഗനൈസർ 4-ാം ദിവസവും ലേഖനം എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസറിന് നമ്മളെക്കുറിച്ചും പറയാം, 4-ാം ദിവസവും ഇരുന്ന് മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുകയാണല്ലോ എന്ന്. തുടർച്ചയായി എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഒരു പബ്ലിക്കേഷനാണ്. അതായത് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷനാണ്. ആ പബ്ലിക്കേഷനിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തുടർച്ചയായി ലേഖനങ്ങൾ വരും. എമ്പുരാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ പല വശങ്ങൾ അവരെടുത്ത് അതേക്കുറിച്ച് എഴുതും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഓർഗനൈസർ ഇങ്ങനെ പറയാൻ പാടില്ല, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള സഭയടക്കം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രതികരണം എടുക്കുമ്പോൾ സഭയുടെ വക്താവ് തന്നെ വന്നിട്ട് പറയുന്നത് എന്താണ്? ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. എമ്പുരാനെതിരെ അല്ലെങ്കിൽ എമ്പുരാനിലെ ഉള്ളടക്കത്തിനെതിരെ അത് ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? സഭയെ കൊണ്ട് നിലപാടെടുപ്പിക്കുന്നത് BJPയും RSSും ഒക്കെയാണോ? അങ്ങനെയൊന്നുമല്ല. കൃത്യമായി KCBC ആയാലും CBC ആയാലും ഒക്കെ അവരവരുടെ നിലപാടുകൾ കൃത്യമായി എടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ സൈറ്റാനിക് ആയിട്ടുള്ള സിംബൽസ് ഉണ്ട് എന്നത് ദൈവവിശ്വാസിയായിട്ടുള്ള ഏതൊരു ക്രൈസ്തവനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിംബൽസ് എല്ലാം അതിലുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളിലുണ്ട്. ആ സിനിമയിൽ ആകെ തുകയായി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പറയുന്നത് പോലെ സത്യക്രിസ്ത്യാനി നോക്കിക്കഴിയുമ്പോൾ അത് കാണും എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കി കണ്ടു. അതുകൊണ്ടാണ് സഭയുടെ വക്താവ് അത് പറഞ്ഞത്. ക്രൈസ്റ്റിന്റെ സിംബൽ എന്താണ്, ആന്റി ക്രൈസ്റ്റിന്റെ സിംബൽ എന്താണ്, കുരിശ് തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ രണ്ടുമായി. അപ്പോൾ അത് ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. കുരിശ് വന്ന് മറിഞ്ഞു വീഴുന്നത്, പള്ളി തകരുമ്പോൾ മറിഞ്ഞു വീഴുന്നതടക്കമായ സിനിമയിൽ കണ്ടവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സഭ അത് പറഞ്ഞത്. അവിടെയും സഭയെ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുപ്പിക്കുന്നതിലേക്ക് ഓർഗനൈസറിന്റെ ലേഖനം പോയി. ഓർഗനൈസറിന്റെ ലേഖനവും നാട്ടിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ, അതുപോലെ തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഉള്ളടക്കവും ഒക്കെ സഭയും ചർച്ച ചെയ്യും. സഭയും സമുദായവും ഒക്കെ ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ അഭിപ്രായം വന്നിരിക്കുന്നത്. ഇവിടെ 24 മാറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു മാറ്റം കൃത്യമായി ഇൻസ്ട്രക്ട് ചെയ്തിട്ട് മാറ്റിയതാണ് എന്ന് അണിയറ പ്രവർത്തകരിൽ ഒരാൾ പോലും പറയാതിരിക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു ഭീഷണിയാണ്, ഇതിങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം, അത് കേരളത്തിനേറ്റ വെട്ടാണ് എന്നൊക്കെ ഉണ്ണിസാറിന് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ആ സിനിമയ്ക്കകത്ത് കാര്യങ്ങൾ വെട്ടുന്നത് എനിക്ക് മനസ്സിലാവും. നന്ദി എഴുതി കാണിച്ചതിനകത്ത് സുരേഷ് ഗോപിയുടെ പേര് എന്തിനാ വെട്ടുന്നത്? അല്ല, സുരേഷ് ഗോപിയുടെ നന്ദി എന്നുള്ള പേര് സുരേഷ് ഗോപി അതുപോലെ തന്നെ മറ്റൊരു IRS ഓഫീസറുടെയും അത് കൂട്ടിച്ചേർക്കുന്നതിൽ ചോദിക്കട്ടെ, ഞാനൊരു സിനിമ എടുക്കുമ്പോൾ ഉണ്ണിസാറിന്റെ പേര് വെക്കണോ വേണ്ടയോ? എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും സിനിമ എടുക്കുമ്പോൾ വെക്കും. കാരണം എനിക്ക് അങ്ങനെയോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായും വെക്കും. പക്ഷേ ഞാൻ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യും. ഉണ്ണിസാറെ ഞാൻ പേര് വെച്ചോട്ടെ എന്ന് ചോദിക്കും. ആ പേര് വെച്ചോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷമാണ് വെക്കുന്നത്. അല്ല, നന്ദി പ്രകടിപ്പിക്കുന്നതിന് മുൻപ് അനുവാദം വാങ്ങി തന്നെയാണ് നന്ദി പ്രകടിപ്പിക്കാറുള്ളത്. അതായത്
ഞാൻ താങ്ക്ഫുൾ ആണ് എന്നുള്ളത് എനിക്കറിയാം. അത് എന്റെ സിനിമയിൽ അതൊരു ലിഖിതമായി പ്രദർശിപ്പിക്കുന്നില്ല. താങ്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് അറിയപ്പെടാൻ താങ്കൾക്ക് ആഗ്രഹമില്ല. ഞാൻ സുജയെ സഹായിച്ചു എന്നുള്ളത് ആരും അറിയണ്ട. ഞാൻ പുസ്തകം എഴുതിയപ്പോൾ എന്റെ പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അവരുടെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ള അല്ല, ഞാൻ ചെയ്തിട്ടില്ല, അനുവാദം വാങ്ങിച്ചിട്ടില്ല. എനിക്ക് പ്രിയപ്പെട്ട ചില ആളുകളുടെ പേരിലാണ് ഞാൻ ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഒരു പുസ്തകം സമർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചുള്ള ആളുകളെ സ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നതൊന്നും അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ല. കോട്ടെ, ഞാൻ പറയുന്നത് സിനിമ നിങ്ങൾ വെട്ടി, അതിനു മുമ്പുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെയും ഒരു കേന്ദ്ര ഓഫീസറുടെയും ആ രണ്ടുപേരുടെയും പേര് വെട്ടി. അസോസിയേഷൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇന്ന് സുരേഷ് ഗോപി ആ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ വന്ന സൗണ്ട് ബൈറ്റ്, ANIക്ക് കൊടുത്ത സൗണ്ട് ബൈറ്റ് അങ്ങ് കണ്ടു കാണുമല്ലോ. സുരേഷ് ഗോപി പറഞ്ഞത് ഇതൊരു ബിസിനസ് ആണ്, ഈ വിവാദം തന്നെ ബിസിനസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ ടേക്ക് എന്താണ്? ആ സിനിമയുമായി ബിസിനസ് അല്ലാതെ ആരാണ് ഈ വിവാദം? പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്? സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു, ഖേദമുണ്ടായി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചു, അതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇത് എഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് സിനിമയുടെ എല്ലാമായ മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ വന്നൊരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരടക്കം മറ്റുള്ളവരും അത് ഷെയർ ചെയ്യുന്നു. മുരളി ഗോപി ഷെയർ ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുന്നു. എന്നാൽ മുരളി ഗോപിക്കും ഇത് സമ്മതമാണെന്ന് ആന്റണി പെരുമ്പാവൂരടക്കം വന്ന് പറയുന്നു. ഇന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ സൗണ്ട് ബൈറ്റ് നമ്മളെല്ലാവരും കണ്ടതല്ലേ, സമൂഹത്തിന് മുന്നിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെയും RSSും BJPയും സമ്മർദ്ദം ചെലുത്തി. ആന്റണി പെരുമ്പാവൂർ കേരളത്തിലല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നല്ല കരുത്തുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ എന്തിനാണ് പേടിക്കുന്നത്? പൃഥ്വിരാജ് എന്തിനാണ് പേടിക്കുന്നത്? മോഹൻലാൽ എന്തിനാണ് പേടിക്കുന്നത്? അത് അവര് ഉത്തരം പറയണം. അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ പേടിയുണ്ടെന്ന് പറയണം. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? സമ്മർദ്ദത്തിലാണോ? ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നമ്മളൊരു സമൂഹത്തിലാണ്, ആ സമൂഹത്തിൽ നിന്ന് വരുന്ന ഓരോ ആളുടെയും ഓരോ വ്യക്തിയുടെയും എതിരഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളാണ് പ്രതികരിച്ചത്, അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് BJPയും RSSും അങ്ങ് പ്രതികരിക്കുകയല്ല ചെയ്തത്. വ്യക്തിപരമായി തന്നെയാണ് എല്ലാവരും പ്രതിഷേധം അറിയിച്ചത്. BJPയുടെ പേരിലോ RSSന്റെ പേരിലോ ഒരു പ്രതിഷേധവും നടന്നില്ല. വേണമെങ്കിൽ പോയി തിയേറ്റർ കത്തിക്കാമല്ലോ, അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്ന കണ്ടിട്ടില്ലേ? തിയേറ്റർ കത്തിക്കാം, അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താം, കട്ടൗട്ടുകളൊക്കെ കീറിയെറിയാം. ഒന്നും നടന്നില്ല. ഒരു തരത്തിലുള്ള അക്രമ സമൂഹം ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കേരളത്തിൽ പലരും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ RSSും BJPയും ഒന്നും അതിന് മുതിർന്നുമില്ല. അവരാരും ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുകയും ചെയ്തില്ല. മാത്രമല്ല, ഇന്ന് പറയട്ടെ, കോടതിയിൽ പോയി പറയട്ടെ, താങ്കൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോടതിയിലേക്ക് ഹർജിയുമായി പോയി എന്ന് വാർത്ത വന്ന്, ഫ്ലാഷ് വന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ആക്ഷൻ എടുത്തു. ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പറയട്ടെ, രഘുനാഥ് വ്യക്തിപരം BJPയുടെ ആൾ എന്ന രീതിയിലല്ല, അയാൾ വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചത്. വ്യക്തിപരമായി പ്രതികരിക്കാമല്ലോ. ഇന്ന് കോടതിയിലേക്ക് അല്ല, ഞാൻ അത് സിനിമയെ കുറിച്ചുള്ള എതിരഭിപ്രായമാണ്. ഇത് സിനിമയുടെ പ്രദർശനം തടയണമെന്ന് അല്ലല്ല, തോക്കിൽ കയറി വെടിവെക്കാതെ യുവമോർച്ച വിലക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയട്ടെ, തോക്കിൽ കയറി ഇല്ലില്ല, അത് താങ്കളുടെയാണ്. പൊട്ടാത്തതും ചീറ്റി പോകുന്നതും ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും പൂർത്തിയാക്കിക്കോട്ടെ, പൊട്ടുന്നുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് സിനിമ നിരോധിക്കണം അല്ലെങ്കിൽ സിനിമയുടെ പ്രദർശനം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയിൽ വന്നത്. ആ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോയതിനാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം പാർട്ടിയുടെ നിലപാടല്ല, പാർട്ടി അതിനെ പിന്തുണ കൊടുക്കില്ല. പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നുകൊണ്ട് BJP-കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കെതിരെ ഹർജി കൊടുക്കണ്ട. അതാണ് തീരുമാനം. അതുകൊണ്ടാണ് തീരുമാനം. അല്ല, BJP-ക്ക് അങ്ങനെ ഹർജിയുമായി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല. ഹർജിയുമായി പറയട്ടെ, അത് നടത്തി കൊടുത്തതാരാ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എന്തെങ്കിലും രേഖാമൂലം തെളിവുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊതിക്കറവ് പറഞ്ഞാലും ആന്റണി പെരുമ്പാവൂരിന് പോലും ഒരു പേടിയുമില്ല, സമ്മർദ്ദവുമില്ല. വീണ്ടും മാധ്യമങ്ങൾ ഇരുന്ന് ഇങ്ങനെ വിലയിരുത്തുകയാണ്, ഭീഷണിപ്പെടുത്തി, മുന്നറിയിപ്പാണ്. പേനയെടുക്കുമ്പോൾ അതെനിക്കറിയില്ല, പ്രിയപ്പെട്ടവരായിരിക്കില്ല. മെഗാ തിരുവാതിര കളിച്ചതോ അല്ലെങ്കിൽ മെഗാ തിരുവാതിരയിൽ അവതരിപ്പിച്ച പാർട്ടിയോ മോഹൻലാലിന് പ്രിയപ്പെട്ടതായിരിക്കില്ല. അതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മോഹൻലാലിന് പ്രിയപ്പെട്ടത് എന്താണോ അത് വേദനിപ്പിക്കാതെ കട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കം അത്രേ ഉള്ളൂ. പറയട്ടെ, താങ്കൾക്ക് ക്ലിയർ ആയി. മോഹൻലാൽ എന്തായാലും ഈ 10-60 വയസ്സ് വരെ ഒരു അപകടം ഇല്ലാതെ ജീവിച്ചല്ലോ. അതിനേക്കാൾ നല്ല രീതി തന്നെ ഇനി മോഹൻലാലിന് താല്പര്യമുള്ള ആളുകള് ആ വിഷമത്തെയാണ് അഡ്രസ് ചെയ്തത്. മോഹൻലാലിന് താല്പര്യമില്ലാത്ത ആളുകളുടെ അഡ്രസ് ഇല്ല. നല്ല ക്ലാരിറ്റിയാണ്. മോഹൻലാലിനും എമ്പുരാൻ ടീമിനും താല്പര്യമുള്ളവരുടെ വിഷമം പരിഗണിച്ചു. തിരുവാതിര ടീമിന്റെ വിഷമം ആന്റണി പെരുമ്പാവൂരിനും ടീമിനും താല്പര്യമില്ല. ദാറ്റ്സ് എ ഫാക്ട്. കേരളത്തിൽ പലർക്കും തിരുവാതിര ടീമിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അത് അടുത്ത ഫാക്ട്. അത് വരുന്ന
തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകുമെന്നുള്ളതും അടുത്ത ഫാക്ട്. ഇനി ഞാൻ തുടർന്നോട്ടെ. അപ്പോൾ ഈ ഓഫീസ് ബെയറേഴ്സ് ആരും എഡിറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഓർഗനൈസറിലെ ലേഖനത്തെ തുടർച്ചയായുള്ള ലേഖനം അത് ഇനിയും തുടർന്നു വരും. അടുത്ത ദിവസം അടുത്ത ലേഖനവും വന്നു വരും. ആ ലേഖനം എഴുതുന്ന ആളുകളോട് അവർ ഭാരത് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസറിന്റെ ഓരോ പേജിലും പുതിയ പുതിയ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ ഡിജിറ്റൽ ഹെഡ് ആണല്ലോ അങ്ങ്. പുതിയ പുതിയ ഒപ്പീനിയൻ പീസസ്, അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ്, അത് പരമാവധി 50, 100, 150 ആക്കി അത് എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കണം എന്ന് അങ്ങ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ ഡിജിറ്റൽ ഹെഡ് എന്ന നിലയിൽ ആവശ്യപ്പെടില്ലേ? അതുപോലെ തന്നെയാണ് ഓർഗനൈസറും അങ്ങനെ ഓർഗനൈസർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയല്ല. ഞാൻ ഓർഗനൈസറിന്റെ ഓഫീസിൽ പോയിട്ടുള്ള ആളാണ്. ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടുകൾ, RSSന്റെ രാഷ്ട്രീയ നിലപാടുകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഓർഗനൈസറിലാണ് ഈ പറയുന്ന RSSന്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് മുതലുള്ള ആളുകൾ അവരുടെ ആശയങ്ങൾ വ്യക്തതയോടുകൂടി എഴുതുന്നത്. അപ്പൊ RSSന്റെ ഒരു നിലപാട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓർഗനൈസർ പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് അവരവിടെ നമ്മൾ ഈ പറയുന്ന തമാശക്ക് പല ആളുകളുടെ ഒപ്പീനിയൻ ഒന്നും എടുത്താൽ കൊടുക്കുന്ന പരിപാടിയല്ല. ഞാനതിനെ ഗൗരവത്തോടെ കാണുന്നത്. ഓർഗനൈസർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ആ ഓർഗനൈസറിൽ വരുന്ന ഏതൊരു ആർട്ടിക്കിളും RSSന്റെ നിലപാടുമായി പൊരുത്തപ്പെടാത്ത ഒരു ആർട്ടിക്കിളും വരത്തില്ല. ഉറപ്പായിട്ടും ഓർഗനൈസർ ദിവസവും വായിക്കുന്നത് നല്ലതാണ്, ഗൗരവത്തോടെയുള്ള വിഷയങ്ങളാണ്. താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ സ്ഥിരമായി അതിൽ പല പല ആർട്ടിക്കിൾസ് വരും. ഇന്നും പല വിഷയങ്ങളും ഗൗരവത്തോടെ വിമർശനമല്ല. ഓർഗനൈസർ അങ്ങ് വായിക്കണം എന്ന് ഞാൻ എൻ്റെ അക്കാഡമിക് ആയി ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഓർഗനൈസർ വായിക്കും, ദേശാഭിമാനി വായിക്കും, ജന്മഭൂമി വായിക്കും, ഈ പറയുന്ന എല്ലാ പത്രങ്ങളും വായിക്കും, മാസികകൾ വായിക്കും. അതിന്റെ പണിയാണ്. കാരണം വെച്ചാൽ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അറിയണം. ഓർഗനൈസർ ഞാൻ കാണുന്നത്, എന്നെ ഒന്ന് തിരുത്തിക്കോളൂ, ഓർഗനൈസർ ഞാൻ കാണുന്നത് RSSന്റെ നിലപാട് പറയുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ടാണ്. RSSന്റെ നിലപാടിന് വിരുദ്ധമായ ഒരു ലേഖനവും അതിനകത്ത് എഴുതാൻ പറ്റും. പറയട്ടെ, RSSന്റെ നിലപാടെന്ന് പറഞ്ഞാൽ രാജ്യ താല്പര്യമാണ്, രാഷ്ട്ര താല്പര്യമാണ്, രാജ്യ പുരോഗതിയാണ്. രാജ്യവിരുദ്ധമായ ഒരു കണ്ടന്റും താങ്കൾക്ക് ദേശാഭിമാനിയിൽ കാണുന്നത് പോലെ ഓർഗനൈസറിൽ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ കാണുന്നത് പോലെ ഇതിൽ കാണാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അദ്ദേഹത്തിന് കുറെ സംശയങ്ങളുണ്ട്. അപ്പോൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കണ്ടന്റും താങ്കൾക്ക് ഓർഗനൈസറിൽ കാണാൻ കഴിയില്ല. ഓർഗനൈസർ രാജ്യ താല്പര്യത്തിന് അനുസരിച്ച് കൊണ്ട് തന്നെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ടെററിസത്തിനെതിരാണ്, രാജ്യത്തെ പിടിമുറുക്കാൻ വരുന്ന തീവ്രവാദ ശക്തികൾക്കെതിരാണ്. അങ്ങനെയുള്ള തീവ്രവാദ ശക്തികളെ പോർട്രേ ചെയ്യുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ എതിർക്കും. അതാണ് ഇന്നും കണ്ട ലേഖനം. 2000 പേര് മരിച്ച, 2000 പേരെ കൊന്ന ഗോദ്ര വിഷയത്തില് ഗുജറാത്ത് കലാപത്തിൽ ഓർഗനൈസർ നിലപാട്, 2000 മനുഷ്യർ കൊന്നത് ഈ ഇന്ത്യയിലെ പൗരന്മാർ തന്നെയാണല്ലോ അവര്. അതിൽ ലേഖനം എഴുതിയോ? അല്ല, ലേഖനം എഴുതണ്ട. അതിനകത്ത് നിലപാട് പറയണം. നിങ്ങൾ അതിനകത്ത് നിലപാട് പറയണം. ഓർഗനൈസർ നിലപാട് പറഞ്ഞില്ലല്ലോ, നിശബ്ദമായിരുന്നു. എന്താ കാര്യം എന്ന് മാത്രമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഇടപെടുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഒരു തുടർച്ച കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുത്തിയ മാറ്റങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അണിയറ പ്രവർത്തകർക്കാണ് എന്നുള്ളതെങ്കിലും നിങ്ങളൊക്കെ ഇനിയെങ്കിലും സമ്മതിക്കണം. കാരണം അണിയറ പ്രവർത്തകർ തന്നെ ആ സിനിമയുടെ എല്ലാമായ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് പറയാണ്, നിങ്ങളിങ്ങനെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും പ്രതിഷേധം നടന്നിട്ടില്ല. ഇന്ത്യ മുഴുവൻ CPIM-ഉം കോൺഗ്രസും ഒന്നും അല്ലല്ലോ ഭരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ ശക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും, അതായത് പാൻ ഇന്ത്യ റിലീസ് അല്ലെങ്കിൽ ലോകമെമ്പാടും റിലീസ് ചെയ്ത പടമാണ്. ആ റിലീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പിന്നെ അതിന്റെ ഈ മാറ്റങ്ങൾ വരുത്തിയതിനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് ഇതിൽ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ടീമിനെന്നുള്ളത് വ്യക്തമാണ്. കാരണം ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് ഞങ്ങൾ ഇത് സ്വമേധയാ എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ വരുത്തിയ മാറ്റമാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിന് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചത് ആന്റണി പെരുമ്പാവൂരിനും വേദനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണിസാർ പറഞ്ഞ ആൾക്കൂട്ട ഭീതി സൃഷ്ടിക്കുന്ന അധികാര കേന്ദ്രമൊന്നും വേണ്ട ഉണ്ണിസാറെ, തിരുത്താൻ തോന്നുന്ന ഒരു മനസ്സ് അത് ആന്റണി പെരുമ്പാവൂരിനും ടീമിനും ഉണ്ടായി. അത്രമാത്രമാണ്. ആ റീ എഡിറ്റ് ചെയ്തിരിക്കുന്ന, പിന്നെ രണ്ടാമത്തെ കാര്യം, റീ എഡിറ്റ് ചെയ്ത സിനിമയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. റീ എഡിറ്റ് ചെയ്ത സിനിമ ഉണ്ട്. റീ എഡിറ്റ് ചെയ്തത് ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ്. അതുകൂടി എന്നെ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അതായത് 2013 ഫെബ്രുവരിയിലാണ് 2013 റിലീസായ വിശ്വരൂപം എന്ന സിനിമ ഓർമ്മയുണ്ടാകുമല്ലോ. കമൽഹാസന്റെ സിനിമയാണ് വിശ്വരൂപം. ആ വിശ്വരൂപം എന്ന സിനിമ, അതേക്കുറിച്ച് 2013 ഫെബ്രുവരി 3 വന്ന ഒരു വാർത്ത ഞാനിപ്പോൾ അതിന്റെ ആർക്കൈവ്സിൽ പോയി എടുത്തതാണ്. താങ്കൾക്കും അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനിൽ. അല്ല, കേരളത്തിലും ഈ സിനിമ അന്ന് കളിക്കുന്നതിനെ ചൊല്ലി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അന്നുണ്ടായ പ്രതിഷേധം ആരാണ് ചെയ്തതെന്ന് കൂടി പറയാം. തമിഴ്നാട് സർക്കാർ ഇടപെട്ട് ഈ സിനിമയുടെ റിലീസ് ബാൻ ചെയ്തു. അതായത് റിലീസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ചർച്ചകൾ നടന്നു. ചർച്ചകൾ നടന്നത് എങ്ങനെയാണ്? ഇവിടെ അപ്പോൾ
അപ്പോൾ BJP-യും കേന്ദ്ര സർക്കാരും ഒന്നും RSS-ഉം ഒന്നും നേരിട്ട് ഇടപെടാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നിങ്ങൾ ഈ മുന്നറിയിപ്പെന്നും ഭീഷണി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മുന്നറിയിപ്പും ഭീഷണിയും നടത്തിയത് അന്നത്തെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആണ് 2013. അന്ന് തമിഴ്നാട് സർക്കാർ ഇടപെട്ട് സംഘടനകൾ ആവശ്യപ്പെട്ടത് 10-ലധികം സീനുകളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യണം, അത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഓഡിയോ മ്യൂട്ട് ചെയ്യണം, ഫുൾ സീൻസ് എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കമൽഹാസൻ അതിനെ എഗ്രി ചെയ്യാതിരുന്നത് കൊണ്ട് ചർച്ചകൾ വീണ്ടും നടക്കുന്നു. അത്രയും കാലം സിനിമ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ജയലളിതയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. 13 മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിരുത്തി കമൽഹാസനെയും ടീമിനെയും ഒരു ഭാഗത്തിരുത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് 7 സീനുകളുടെ ഓഡിയോ പൂർണ്ണമായും മ്യൂട്ട് ചെയ്തത്. മുസ്ലിങ്ങളെ മോശമായി കാട്ടി, അതായിരുന്നു ആ സിനിമയ്ക്കെതിരായി വന്ന ആരോപണം. അപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് റിലീസ് തടഞ്ഞ ഒരു സർക്കാർ നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുണ്ടായിരുന്നു. കേരളത്തിലടക്കം ഈ പ്രദർശനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മദ്രാസ് ഹൈക്കോടതി ഈ ബാൻ അല്ലെങ്കിൽ ഈ റിലീസ് ഹോൾഡ് ചെയ്തത് അപ്ഹെൽഡ് ചെയ്തു. എന്നിട്ട് പോലും സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഒരു ഹിന്ദു സംഘടനയും നടത്തിയില്ല. ഇതിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ RSS-നെ അല്ലെങ്കിൽ സംഘപരിവാറിനെ മോശമായി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രതിഷേധമോ അങ്ങനെയുള്ള ഒരു പബ്ലിക് ഡിസ്പ്ലേയോ നമ്മൾ കാണുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ സംഘടനകൾ പറഞ്ഞ് മുസ്ലിം സംഘടനകൾ പറഞ്ഞതിന് വഴങ്ങേണ്ടി വന്നു. സാക്ഷാൽ കമൽഹാസന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിശ്വരൂപം എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് സംഭവിച്ചത് എന്താണ് എന്നതുകൂടി ചർച്ച ചെയ്യപ്പെട്ടു പോകണം. അപ്പോൾ ഈ റീ എഡിറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു നറേഷൻ വേണ്ട. 2013 അത് സംഭവിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ഓർഗനൈസേഷൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പൂർണ്ണമായും മുട്ടുമടക്കുകയാണെന്ന് കമൽഹാസൻ ചെയ്തത്. അല്ലാതെ ആ സിനിമ ഇറക്കാൻ പറ്റില്ലായിരുന്നു. ശരി. Meet the editors.